ഗുഡ് ബൈ കീക്കോ. നീ തീർച്ചയായിട്ടും ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ഒരിക്കലും മാറില്ലെന്ന് എനിക്കും നന്നായി. സീറോ കാരണം തീ പിടിക്കും. മാഗ്നറ്റ് മാന്റെ പവേഴ്സ് എല്ലാം കാണാതെ പോകും. സൂപ്പർ സ്പീഡോ, ഒന്ന് വേഗം ചെയ്യ്. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല. ഒരുവിധം രക്ഷപ്പെട്ടു. ഒരു കവറിംഗ് ചെയിൻ അടിച്ചു മാറ്റിയതിന് ഇത്രയ്ക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ഈ മോഷ്ടിക്കുന്ന തൊഴിൽ ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ പോയാൽ ഞാൻ എവിടെയാ വലിയ കള്ളനായി മാറുന്നത്? എപ്പോഴാണ് ഞാൻ ബാങ്കിനകത്ത് കയറി ലോക്കറിലുള്ള സ്വർണവും പണവും അടിച്ചു മാറ്റുന്നത്? അതൊക്കെ എന്ന് സംഭവിക്കും. ഞാനിത് എവിടെയാ വന്ന് കുടുങ്ങിപ്പോയത്? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദയവ് ചെയ്ത് കറകൊന്ന് തുറന്നു വിട്. എനിക്ക് പുറത്തേക്ക് പോകണം. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പവർഫുൾ ആയ മാഗ്നറ്റ് ഫീൽഡിനെ ഈ ചേംബറിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ലോകത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയ മാഗ്നറ്റ് ഫീൽഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, വരൂ സർ, നമുക്ക് ചെന്നൊന്ന് നോക്കാം യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി സാർ, ആ മാഗ്നറ്റിക് ഫീൽഡിനെ കാണാൻ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ അകത്തുള്ള ആ മനുഷ്യൻ ആരാണ്? എന്ത്? ഇയാളെങ്ങനെ അകത്തേക്ക് വന്നത്? മാഗ്നറ്റിക് ക്രൈസ് കാരണം ആ മനുഷ്യൻ ഒരു മാഗ്നറ്റ് ആയെന്നാണ് തോന്നുന്നത്. അവന്റെ ശരീരത്തിൽ ഇപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്ത്? ഞാനിപ്പോ എവിടെയാണുള്ളത്? എന്തിനാണ് ഇങ്ങനെ കളറായിട്ട് റേസ് വെച്ച് ഹോളി കളിക്കുന്നത്? വിഷമിക്കണ്ട, നിനക്കൊരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ റിസർച്ച് സെന്ററിൽ വന്ന് നീ കുടുങ്ങിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നത് എന്റെ വൈറ്റ് കളർ കോട്ടിട്ട സാറേ. എനിക്കിപ്പോൾ ഭയങ്കര ദാഹം തോന്നുന്നു. കുടിക്കാൻ അല്പം വെള്ളം കിട്ടുവോ? ഡോണ്ട് വറി, ഞങ്ങൾ ചെയ്ത എക്സ്പെരിമെന്റ് കാരണം നിനക്ക് മാഗ്നറ്റിക് പവർ കിട്ടിയിരിക്കുന്നു. അടിപൊളി, കലക്കി. ഇനി റിലാക്സ് ആയിട്ട് ഇരുന്ന് വെള്ളം കുടിക്കാം. ഡോണ്ട് വറി, നിന്റെ ഉള്ളിലുള്ള ആ മാഗ്നറ്റിക് പവർ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ട് നിന്നെ ഇപ്പോൾ തന്നെ പഴയതുപോലെ മാറ്റിയേക്കാം. ഞാനിപ്പോൾ പഴയതുപോലെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല വൈറ്റ് കളർ കോട്ട്മാൻ. ചന്തു ചിന്തി ആഗ്രഹിച്ചതുപോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു പവർഫുൾ മാഗ്നറ്റ് മാൻ ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള എല്ലാത്തിനെയും പൊളിച്ചെടുക്കാൻ പോവുകയാണ്.
ഞാനിതാ തയ്യാറായി കഴിഞ്ഞു മാഗ്നറ്റ് മാൻ. സൺ സിറ്റിയെ ഞാനിപ്പോൾ തലകീഴായി മാറ്റിമറിക്കാൻ പോവുകയാണ്. Catch! How's that? Out! കാലക്കി ഔട്ട്. അതൊന്ന് ആഘോഷിക്കാൻ ഞാൻ ഈ സ്വീറ്റ് ഒന്ന് കഴിച്ചോട്ടെ. അതെങ്ങനെയാ ഞാൻ ഔട്ടായി പറഞ്ഞത്? എന്റെ ബോൾട്ട് ആ ബോളിനെ ടച്ച് ചെയ്ത പോലെ ഇല്ല. നിങ്ങൾ എന്ത് പറയുന്നു? 420. സ്ട്രീറ്റ് മൊത്തം ഈ ഭയങ്കര ഷൗട്ട്. ടോണി ബോസ് ഇപ്പോ ഔട്ട്. സോറി, ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് സ്ട്രീറ്റിലെല്ലാം ഭയങ്കര ഷൗട്ട്. ടോണി ബോസ് നോട്ട് ഔട്ട് ആണ്. കണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും കണ്ടു. ഇപ്പൊ നീ ചെയ്ത കാര്യത്തിന് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ചീറ്റിംഗ്. ഞാൻ എക്സാംസിൽ മാത്രമേ ചീറ്റ് ചെയ്യാറുള്ളൂ. ഞാൻ മാത്സ് പേപ്പറിൽ മാത്രമേ ചീറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ സയൻസ്, പിന്നെ സോഷ്യൽ സയൻസ് പേപ്പർ, പിന്നെ ചിലപ്പോ ഇംഗ്ലീഷ്, പിന്നെ മലയാളം പേപ്പേഴ്സിലും ചെയ്യും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഇപ്പൊ ഞാൻ ഔട്ടായ കാര്യത്തിലേക്ക് വരാം. ശരി, ഓക്കെ. കിക്കുക്ക് ഞാൻ വീണ്ടും ഒരു ചാൻസ് നൽകാം. നമുക്ക് ടോസ് ഇട്ട് നോക്കിയാലോ? ഹെഡ്സ് വന്നാൽ ഞാൻ ജയിച്ചു നിർത്തും. ടേൽസ് ആണെങ്കിൽ കേക്കോ. ഹെഡ്സ് വിനാൽ നോട്ട് ഔട്ട്, ടേൽസ് വിനാൽ ഔട്ട്. എനിക്ക് സമ്മതം. എന്ന് ടോസ് ഇട്ട് നോക്കിയാലോ? ഓക്കെ, ചെയ്യാം. എന്താ ഇത്? ആ കോയിൻ താഴെ വീഴാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇംപോസിബിൾ. എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. കാലക്കി ടോണി ബോസ്, ഇങ്ങനെ ഒരു മാജിക് നിങ്ങൾ എങ്ങനെയാ ചെയ്തത് പറയൂ. ഞാൻ ഒരു മാജിക് ചെയ്തില്ല. ആ മാജിക് ചെയ്തത് ഈ നിൽക്കുന്ന ഞാനാണ്. രണ്ട് സൈഡിലും ഹെഡ്സോ. ഇതുപോലെയുള്ള ചീറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴാ ചെയ്തതെന്നറിയോ? ഞാൻ ചന്തു ചിണ്ടയായിട്ടുള്ളപ്പോഴാ ചെയ്തത്. ഇപ്പൊ ഹെഡ്സും എനിക്കാണ്, ടെയിൽസും എനിക്കാണ്. ഇതിനാണ് നീ ടോസ് ഇടണം എന്ന് പറഞ്ഞത്? ഏത് സൈഡ് വീണാലും നീ തന്നെ ജയിക്കും. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ചീറ്റർ. ടോണി ബോസ് പറയുന്നതെല്ലാം കള്ളം, ചെയ്യുന്നതെല്ലാം ഗുലുമാലാവുകയും ചെയ്യും. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. ടോണി ചെയ്ത കുലുമാല് നിങ്ങൾ കണ്ടെത്തി. അല്ല, നിങ്ങൾ ആരാ? ഞാനാണ് മാഗ്നറ്റ് മാൻ. സൺ സിറ്റിയെ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നറിയോ? തലകീഴായി മാറ്റിമറിക്കാൻ പോവുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സൺ സിറ്റിയെ മൊത്തം ഞാൻ കൊള്ളയടിക്കാൻ പോവുക. ഇന്നു മുതൽ സൺ സിറ്റി എന്റെ കൺട്രോളിലായിരിക്കും. ഇന്നു മുതൽ ഞാൻ ചന്തു ചിണ്ടി അല്ലല്ല, ഞാൻ പറയാമെന്ന കാര്യം, ഈ മാഗ്നറ്റ് മാൻ, ഞാൻ ഈ സൺ സിറ്റി ഭരിക്കും. എല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതേ വാക്കുകൾ ഞങ്ങളുടെ ടോണി ബോസ് ഇപ്പൊ നിങ്ങളോട് പറയും. ഓരോ സ്ട്രീറ്റിലും ഭയങ്കര ഷൗട്ട്. ടോണി ബോസ് ഇപ്പൊ നോക്കൗട്ട് ആയി പോയി. അങ്കിൾ, ഇപ്പൊ നിങ്ങൾ ഈ ചെയ്ത കാര്യം വളരെ വലിയ തെറ്റാണ്. എടാ കൊച്ചനെ, നീ എന്നെ അഡ്വൈസ് ചെയ്യണോ? അതിനുള്ള ശിക്ഷ നിനക്കിപ്പോൾ കിട്ടും. എന്റെ ദൈവമേ, ഇത് എന്താ ഇത്? ഞങ്ങളെ രക്ഷിക്ക്. എടാ കൊച്ചനെ, ആരാണ് നീ? കീക്കോ, ഞാൻ ഇവിടെ ഉള്ളതുവരെ നിനക്ക് ഈ സൺസിറ്റിയിൽ കൊള്ളയടിക്കാൻ പറ്റില്ല. ചേടാ, എന്താ ഇത്? ഈ ചെക്കനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ശരി, ഓക്കെ, ഇവന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം.
എടാ കീക്കോ, നിന്നെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്റെ അടുത്ത അറ്റാക്ക് ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നോളൂ. കീക്കോ, ഇവൻ അടുത്ത പ്രാവശ്യം വളരെ അപകടമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന തോന്നുന്നു. അതിനു മുൻപ് നമുക്ക് അവനെ മടക്കി പിടിക്കാം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. നീ ഒരാള് ബൈക്കിൽ പോകുന്നത് കണ്ടോ? അയാളാണ് മാഗ്നറ്റ് മാൻ. അവന്റെ കൈവശം ഭയങ്കര വലിയ മാഗ്നറ്റിക് പവേഴ്സ് ഉണ്ട്. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ പറ്റൂ. Let's chase Magnet Man cause he's trying to escape. His magnetic power is what makes him so great. Whenever we almost catch on to him, he uses his powers and gives it a spin. മാഗ്നറ്റ് മാനെ പിടികൂടാൻ നമ്മൾ 1 മീറ്റർ മുന്നിൽ വന്നാൽ അവൻ അവന്റെ മാഗ്നറ്റ് പവർ കൊണ്ട് നമ്മൾ 5 മീറ്റർ പിന്നിൽ തള്ളുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ എന്നെ പിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം, എങ്കിലല്ലേ പിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ ഫോർമുല നമ്പർ 113 അപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാം ശരിയാവും. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം മാറ്റിമറിക്കാം. ഇപ്പോൾ മാഗ്നറ്റ് മാൻ 1 വേ ഹൈവേ വഴി പോയി കളഞ്ഞു. എത്രയും വേഗം അവനെ ഫോളോ ചെയ്യും. സൂപ്പർ സ്പീഡോ, നിനക്ക് ആ മാഗ്നറ്റ് മാന്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല അല്ലേ? എന്നാൽ ഇപ്പൊ അവനെ തടഞ്ഞു നിർത്താൻ ഞാനിതാ എത്തിക്കഴിഞ്ഞു. എന്റെ ഈ അയൺ സൂട്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്കൊരു ചെറിയ പരിക്ക് പോലും പറ്റിയിട്ടില്ല. പക്ഷേ കീക്കോയുടെ കാര്യം പോക്കാണ്. ഞാൻ മാഗ്നറ്റ് മാൻ. ഇപ്പോൾ ഞാൻ കീക്കോയെ എടുത്തിട്ട് പന്താടാൻ പോവുകയാണ്. കളി രസകരമായിരിക്കും. ഇപ്പോൾ സൂപ്പർ സ്പീഡോ തന്നെ കീക്കോയെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താ പറ്റിയത്? കാർ അനങ്ങുന്നു പോലുമില്ല. പെട്ടെന്ന് എന്റെ പവേഴ്സിന് ഇത് എന്ത് പറ്റി? പെട്ടെന്ന് എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ മാഗ്നറ്റിക് പവർ എന്തുകൊണ്ടാണ് വർക്കൗട്ട് ആവാത്തത്? ഏതാണ്ടിപ്പോ എന്റെ പവേഴ്സ് എല്ലാം എന്റെ കൈവിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീണ്ടും ചന്തു ചിണ്ടയായെന്നാ തോന്നുന്നത്. ബഡി കീക്കോ, ദാ എത്തിക്കഴിഞ്ഞ സൂപ്പർ സ്പീഡോ. ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കീക്കോ? അതെ സൂപ്പർ സ്പീഡോ, എനിക്ക് ഒരു കുഴപ്പമില്ല. താങ്ക് യു.
എന്തായാലും സൂപ്പർ സ്പീഡോ കീക്കോ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ രണ്ടാളെയും കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ടാളും സേഫ് ആണല്ലോ അല്ലേ? അതെ, ഞങ്ങളും സേഫ് ആണ്. ഒരുപക്ഷെ മാഗ്നറ്റ് മാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അവന്റെ പവർ ഉപയോഗിച്ച് സൂപ്പർ സ്പീഡോയെ പൊക്കിയതല്ലേ. എന്നിട്ടും എന്താ അവൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? എന്തൊക്കെയോ ചെയ്തു നോക്കി, പക്ഷെ അവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അനങ്ങാതെ അവിടെ ഒരു പാവ പോലെ നിൽക്കുകയായിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചു. അവനെ കൊണ്ടൊരു ഇരുമ്പ് റോഡിനെ പോലും പൊക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതെല്ലാം എങ്ങനെയാ സംഭവിച്ചത്? പെട്ടെന്ന് എനിക്കിത് എന്താ പറ്റിയത്? എന്റെ പവേഴ്സ് എല്ലാം എന്താണ് വർക്കൗട്ട് ആവാതിരിക്കുന്നത്? എന്നാ പിന്നെ ഞാൻ വീണ്ടും ചന്തു ചിണ്ടയായി മാറിപ്പോയോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. വീണ്ടും ഒരിക്കൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെന്റെ പവർ വീണ്ടും കിട്ടിയിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? ഇതിന്റെ മർമ്മം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, ഹീറ്റിന് മുമ്പിൽ മാഗ്നറ്റ് തന്റെ പവേഴ്സിനെ ലൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പെട്രോൾ കാരണം കത്തിയ തീയുടെ ചൂട് കൊണ്ട് തന്റെ പ്രോപ്പർട്ടീസിനെ അത് മിസ് ചെയ്തെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം തീ ആളി കത്തുകയായിരുന്നു. ചൂട് കൂടിയതും മാഗ്നറ്റിക് പവേഴ്സ് മിസ്സായി പോയി. എന്നുവെച്ചാൽ ചൂടില്ലാത്ത ഈ സമയത്ത് അവന് വീണ്ടും പവേഴ്സ് തിരിച്ചു കിട്ടിക്കാണോ അല്ലേ? അതെ, വീണ്ടും ആ മാഗ്നറ്റ് മാൻ വളരെ ആവേശത്തോടെ അറ്റാക്ക് ചെയ്യും. എനിക്കിതാ എന്റെ പവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഞാനിതാ വീണ്ടും മാഗ്നറ്റ് മാൻ ആയി. ഇപ്രാവശ്യം ഞാൻ ഈ സൺസിറ്റിയെ എന്താണ് ചെയ്യാൻ പോകുന്നറിയോ? എടുത്തിട്ട് പന്താടാൻ പോവുകയാണ്. ഒരു മിനിറ്റ് നിൽക്കൂ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. എനിക്ക് വെറും 2 മിനിറ്റ് മതി. ഞാൻ പെട്ടെന്ന് പോയിട്ട് ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഉടനെ തിരിച്ചു വരും. ഹാൻഡ്സ് അപ്പ്. ചിണ്ടി, ഇന്ന് ഞാൻ വിചാരിച്ചതുപോലെ ബാങ്ക് കൊള്ളയടിച്ചു കഴിഞ്ഞു. കലക്കി. മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഇയാളിപ്പോ ആരോടാ സംസാരിക്കുന്നത്? എന്നോട് തന്നെയാടാ. ഗുഡ് ബൈ കീക്കോ. നീ തീർച്ചയായിട്ടും ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ ഒരിക്കലും മാറില്ലെന്ന് എനിക്കും നന്നായി അറിയാമായിരുന്നു. നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലിയ തെറ്റാണ്. ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുന്നതാണ് നല്ലത്. ഈ ലോക്കർ കൊണ്ടുപോയി വീണ്ടും ബാങ്കിൽ തന്നെ വെച്ചേക്ക്. ലോക്കർ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. നിനക്ക് വേണ്ടി ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ സൺസിറ്റിയുടെ വലിയ രക്ഷകനല്ലേ? എന്റെ സമ്മാനമായിട്ട് നിനക്ക് ഞാനൊരു മെറ്റൽ സൂട്ട് തന്നിരിക്കും. ഇനി നിനക്ക് പറ്റുമെങ്കിൽ എന്നെ തടഞ്ഞു നിർത്തി നോക്കട്ടെ. ഇപ്പോൾ നീ എന്റെ കൺട്രോളിലാണ് കീക്കോ, അത് മറക്കണ്ട. ഇപ്പോൾ നീ എന്റെ കയ്യിൽ ഒരു കളിപ്പാവയെ പോലെയാണ്. കളി കാണണോ നിനക്ക്? ഇപ്പോൾ ഞാൻ നിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് നിനക്ക് കാണണോ? I'm sorry, uncle. എന്റെ R7 പോലും ഈ മെറ്റൽ സൂട്ടിനകത്തായി പോയി. ഇനി എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സൂപ്പർ സ്പീഡോയെ പോലും വിളിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കിക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ട്രിക്ക് വർക്കൗട്ട് ചെയ്യണം. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലിട നടി വനത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കിട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 310 ആക്ടിവേറ്റ് ചെയ്യ്. ഫോർമുല നമ്പർ 310 കാരണം തീ പിടിക്കും. മാഗ്നറ്റ് മാന്റെ പവേഴ്സ് എല്ലാം കാണാതെ പോകും. ഇപ്പൊ നോക്കിക്കോ, ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല.
അതിഭയങ്കരമായ ഒരു ശിക്ഷ നൽകാൻ പോവുകയാണ്. അതിനുശേഷം നിനക്ക് ആരെയും ഒരിക്കലും കിക്ക് ചെയ്യാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ ഒന്ന് വേഗം ചെയ്. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ എന്റെ പവേഴ്സ് ലോസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഈ തീയുടെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിന്റെ പവേഴ്സ് നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന് നിർത്തൂ. ഞാൻ വീണ്ടും ചന്തു ചിന്തയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് നിർത്ത്. കൺഗ്രാറ്റുലേഷൻസ് സാറേ. നമ്മളിപ്പോ ആ മാഗ്നറ്റിക് മാൻ ഒരു സാധാരണ മനുഷ്യനായി മാറ്റിക്കഴിഞ്ഞു. ഇതിനുള്ള ടോട്ടൽ ക്രെഡിറ്റ് കീക്കോയ്ക്കും സൂപ്പർ സ്പീഡോയ്ക്കും ഉള്ളതാണ്. അവരുടെ സഹായം മാത്രം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു വില്ലനെ പിടിക്കാൻ പറ്റില്ല.